ഓം ശാന്തി. അവ്യക്ത മഹാവാക്യം. റിവൈസ് ഡേറ്റ് ആണ് 4/3/1986. മുരളി ഡേറ്റ് 9/8/2020. അവ്യക്ത മുരളിയുടെ ടോപ്പിക്കാണ് സർവശ്രേഷ്ഠ രചന കാ ഫൗണ്ടേഷൻ സ്നേഹം. സർവശ്രേഷ്ഠമായ രചനയുടെ ഫൗണ്ടേഷനാണ് സ്നേഹം. आज बाप दादा अपने श्रेष्ठ आत्माओं की रचना को देख हर्षित हो रहे हैं. ഇന്ന് ബാബ് ദാദ തൻ്റെ ശ്രേഷ്ഠ ആത്മാക്കളുടെ രചനയെ കണ്ട് സന്തുഷ്ടനായിക്കൊണ്ടിരിക്കുന്നു. ये श्रेष्ठ व नई रचना सारे विश्व में सर्वश्रेष्ठ. ഈ ശ്രേഷ്ഠവും പുതിയതുമായ രചന മുഴുവൻ ലോകത്തിലും സർവശ്രേഷ്ഠമാണ്. और अति प्रिय കൂടാതെ വളരെ സ്നേഹികളുമാണ്. क्योंकि पवित्र आत्माओं की रचना, കാരണം ഇവരെല്ലാം തന്നെ പവിത്ര ആത്മാക്കളുടെ രചനകളാണ്. പവിത്ര ആത്മാ होने के कारण, പവിത്ര ആത്മാക്കളായത് കാരണം अभी बाप दादा को प्रिय हो और अपने राज्य में सर्व के प्रिय होंगे. ഇപ്പോഴിവിടെ ബാബ്ദാദയ്ക്ക് പ്രിയരാണ്, അതുപോലെ അവരുടെ രാജ്യത്തിലും സർവരുടെയും പ്രിയരായിരിക്കും. ദ്വാപർ മേ ഭക്തോं के प्रिय देव आत्माएं बनेंगे. ഇവർ തന്നെ ദ്വാപരയുഗത്തിൽ ഭക്തരുടെ ഇഷ്ട ദേവ ആത്മാക്കളായിരിക്കും. इस समय हो പരമാത്മ പ്രിയ ബ്രാഹ്മൺ ആത്മായി. ഈ സമയം പരമാത്മ പ്രിയരായ ബ്രാഹ്മണ ആത്മാക്കളാണ്. और सत्युग त्रेता में होंगे राज्य अधिकारी പരമശ്രേഷ്ഠ ദേവി ആത്മായി. സത്യുഗ ത്രേതായുഗത്തിൽ ഇവർ രാജ്യാധികാരികളും പരമപ്രിയ ശ്രേഷ്ഠ ആത്മാക്കളും. और द्वापर से अब कलयुग तक बनते हो पूज्य ആത്മായി. ദ്വാപരയുഗം മുതൽ കലിയുഗം വരെ നിങ്ങൾ പൂജ്യ ആത്മാക്കളായിത്തീരും. तीनों में से श्रेष्ठ हो. इस समय परम प्रिय ब्राह्मण सो फरिश्ता ആത്മായി. ഈ മൂന്ന് രൂപത്തിലും നിങ്ങൾ ശ്രേഷ്ഠ ആത്മാക്കളായിരിക്കും. എന്നാൽ ഇപ്പോൾ പരമാത്മ പ്രിയരായ ബ്രാഹ്മണ ആത്മാക്കൾ ഫരിസ്ത ആത്മാക്കളാണ്. इस समय की श्रेष्ठता के आधार पर, ഈ സമയത്തിൻ്റെ ശ്രേഷ്ഠതയുടെ ആധാരത്തിൽ സാരേ കൽപ്പ ശ്രേഷ്ഠ रहते हो, മുഴുവൻ കൽപ്പത്തിലും നിങ്ങൾ ശ്രേഷ്ഠരായിരിക്കും. देख रहे हो कि इस लास्ट जन्म तक भी आप श्रेष्ठ आत्माओं का भक्त लोग कितना आह्वान कर रहे हैं. ബാബ്ദാദ പറയുകയാണ്, നിങ്ങൾ കാണുന്നില്ലേ, നിങ്ങളുടെ ഈ അന്തിമ ജന്മത്തിലും ശ്രേഷ്ഠ ആത്മാക്കളായ നിങ്ങളുടെ ഭക്തർ എത്രമാത്രം നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. കിത്തനാ പ്യാർ സേ പുകാർ രഹേ ഹൈ. എത്ര സ്നേഹത്തോടെയാണ് നിങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ജഡചിത്ര ജാനത്തെ ഭി ആപ് ശ്രേഷ്ഠ ആത്മാओं की भावनाओं से पूजा करते. ജഡചിത്രങ്ങളാണ് അവരുടെ മുമ്പിലെങ്കിലും നിങ്ങൾ ശ്രേഷ്ഠ ആത്മാക്കളോടുള്ള ഭാവനയിലൂടെയാണ് അവർ പൂജിക്കുന്നത്. ഭോഗ് ലഗാത്തേ ഹെ, നിങ്ങളുടെ മുമ്പാകെ ഭോഗം സമർപ്പിക്കുന്നത്. ആ ജഡമൂർത്തികളുടെ മുമ്പിൽ ആരതി ഒഴിയുന്നു. ആപ് ഡബൽ വിദേശി സമസ്തേ ഹോ कि हमारे चित्रों की पूजा हो रही है. ബാബ്ദാദ ഡബൽ വിദേശി മക്കളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ആ രീതിയിൽ അനുഭവമുണ്ടോ, ഇതെൻ്റെ ചിത്രത്തിൻ്റെ മുന്നിലാണ് ഈ പൂജ നടക്കുന്നതെന്ന്. ഭാരത് में बाप का कर्तव्य चला है, इसलिए बाप के साथ आप सबके चित्र भी भारत में ही है. ഭാരതത്തിലാണ് ബാബയുടെ കർത്തവ്യം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാബയോടൊപ്പം നിങ്ങൾ കുട്ടികളുടെയും ചിത്രം ഭാരതത്തിലാണുള്ളത്.
ज़्यादा मंदिर भारत में बनाते हैं. കൂടുതൽ ക്ഷേത്രങ്ങളും ഭാരതത്തിലാണ് പണിയുന്നത്. ये नशा तो है ना कि हम ही പൂജ്യാത്മായേ हैं. അതുകൊണ്ട് ബാബ്ദാദ ചോദിക്കുകയാണ്, നമ്മൾ തന്നെയാണ് ആ പൂജ്യ ആത്മാക്കൾ എന്നുള്ള ലഹരിയില്ലേ. സേവാ കേ ലിയേ ചാരോ ഓർ വിശ്വ മേ ബിഖറേ രഹേ തെ. സേവനത്തിൻ്റെ കാര്യത്തിന് വേണ്ടിയാണ് വിശ്വത്തിലെ 4 ഭാഗങ്ങളിലും നിങ്ങൾ ചിതറിപ്പോയത്. कोई अमेरिका तो कोई अफ्रीका पहुंच गए. സേവനത്തിൻ്റെ ഭാഗമായി ചില ആത്മാക്കൾ അമേരിക്കയിൽ പോകേണ്ടതായി വന്നു, എന്നാൽ ചിലർ ആഫ്രിക്കയിൽ പോകേണ്ടതായി വന്നു. ലേക്കിൻ കിസ്ലിയെ ഗയേ ഹോ, എന്നാൽ ഏത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ പോയിരിക്കുന്നത്? ഈ സമയ സേവാ കെ സംസ്കാർ സ്നേഹ കെ സംസ്കാർ ഹെ. ഈ സമയം നിങ്ങളിൽ സേവനത്തിൻ്റെ സംസ്കാരവും സ്നേഹത്തിൻ്റെ സംസ്കാരവുമാണുള്ളത്. സേവാ കി വിശേഷത ഹൈ ഹി സ്നേഹ. സേവനത്തിൻ്റെ വിശേഷത എന്നത് സ്നേഹമാണ്. जब तक ज्ञान के साथ रूहानी स्नेह की अनुभूति नहीं होती तो ज्ञान कोई नहीं सुनेगा. ബാബ്ദാദ വലിയൊരു രഹസ്യം പറയുകയാണ്. എപ്പോൾ വരെ ജ്ഞാനത്തോടൊപ്പം ആത്മീയ സ്നേഹത്തിൻ്റെ അനുഭൂതി ഉണ്ടാകുന്നില്ല, അതുവരെ ആരും തന്നെ ജ്ഞാനം കേൾക്കുകയുമില്ല. अब सब डबल विदेशी बाप के बने तो आप सबका ഫൗണ്ടേഷൻ क्या रहा? ഇപ്പോൾ നിങ്ങളെല്ലാവരും ഡബിൾ വിദേശികൾ ബാബയുടേതായിരുന്നാലും അതിൻ്റെ എല്ലാം ഫൗണ്ടേഷൻ എന്തായിരുന്നു? बाप का स्नेह, परिवार का स्नेह, दिल का स्नेह, നിസ്വാർത്ഥ സ്നേഹം. ഇതിനെല്ലാം ആധാരം ബാബയുടെ സ്നേഹം, ബ്രാഹ്മണ പരിവാരത്തിൻ്റെ സ്നേഹം, ഹൃദയത്തിൻ്റെ സ്നേഹം, നിസ്വാർത്ഥമായ സ്നേഹം. ഇതനെ ശ്രേഷ്ഠ ആത്മാ ബനായ. ഈ സ്നേഹമാണ് നിങ്ങളെ ഇത്രയും ശ്രേഷ്ഠ ആത്മാക്കളാക്കിയത്. तो सेवा का पहला सफलता का स्वरूप हुआ स्नेह. അതുകൊണ്ട് സേവനത്തിൻ്റെ ആദ്യത്തെ സഫലതയുടെ സ്വരൂപമാണ് സ്നേഹം. जब स्नेह में बाप के बन जाते हो तो फिर कोई भी ज्ञान की पॉइंट सहज स्पष्ट होती जाती है. എപ്പോഴാണോ സ്നേഹത്തിൽ നിങ്ങൾ ബാബയുടേതായി മാറുന്നത്, അപ്പോൾ ബാബയുടെ ഏതൊരു ജ്ഞാനത്തിൻ്റെ പോയിൻറ്റ്സ് വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ അഥവാ മനസ്സിലാക്കാൻ കഴിയുന്നു. जो स्नेह में नहीं आता वो सिर्फ ज्ञान को धारण कर आगे बढ़ने में समय भी लेता. എന്നാൽ ആർക്കാണ് ഈ സ്നേഹത്തിൻ്റെ അനുഭൂതി ഉണ്ടാകാത്തത്? അവർ ജ്ഞാനത്തെ കേട്ട് അതിനെ ധാരണ ചെയ്ത് മുന്നോട്ട് പോകാനും സമയമെടുക്കുന്നു. മെഹനത്ത് ബി ലേത്ത. അവർക്ക് വളരെയധികം പരിശ്രമിക്കേണ്ടതായി വരും. क्योंकि उनके वृत्ति क्यों क्या ऐसे कैसे इसमें ज़्यादा चली जाती. കാരണം അവരുടെ ചിന്താഗതി എന്തുകൊണ്ട് ഇങ്ങനെ അങ്ങനെ എന്നുള്ള കാര്യങ്ങളിലേക്ക് കടന്നു പോകും. बाप का स्नेह आकर्षित करने के कारण क्वेश्चन करेंगे तो भी समझने के रूप से करेंगे. और स्नेह में जब लवलीन हो जाते हो तो स्नेह के कारण बाप का हर बोल स्नेही लगता. എന്നാൽ ഏത് മക്കളാണോ സ്നേഹത്തിൽ ലൗലീനായി പോകുന്നത്, ലയിച്ചു പോകുന്നത്, അവർക്ക് ബാബയുടെ ഓരോ കാര്യങ്ങളും ഓരോ വാക്കുകളും സ്നേഹത്തിൻ്റെതായി അനുഭവപ്പെടും. ക്വസ്റ്റ്യൻ സമാപ്തോ ജാത്ത. അവരുടെ മനസ്സിൽ ഉദിക്കുന്ന ചോദ്യങ്ങളെല്ലാം സമാപ്തമാകും. बाप का स्नेह आकर्षित करने के कारण क्वेश्चन करेंगे तो भी समझने के रूप से करेंगे. ബാബയോട് സ്നേഹമുള്ളത് കാരണം കൊണ്ട് തന്നെ അവരിൽ ചോദ്യങ്ങൾ ഉണർന്നാലും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കും. അനുഭവി ഹോന്. ബാബ്ദാദ ചോദിക്കുകയാണ്, ഈ കാര്യത്തിൽ അനുഭവികളല്ലേ?
जो प्यार में खो जाते तो जिससे प्यार है उसको वो जो बोलेगा उनको वो प्यार ही दिखाई देगा. ആരുടെ സ്നേഹത്തിലാണോ മുഴുകിയിരിക്കുന്നത് അവരുടെ ഓരോ വാക്കിലും സ്നേഹമാണ് കാണപ്പെടുന്നത്. तो सेवा का मूल आधार है स्नेह. ബാബ്ദാദ ചൂണ്ടിക്കാണിക്കുകയാണ് സേവനത്തിൻ്റെ മൂല ആധാരം തന്നെ സ്നേഹമാണ്. बाप भी सदैव बच्चों को स्नेह से याद करते हैं. ബാബയും കൂടി സദാ മക്കളെ വളരെ സ്നേഹത്തോടെ തന്നെയാണ് ഓർക്കുന്നത്. സ്നേഹ സേ ഹി സർവ സമസ്യാओं से पार कराते. സ്നേഹത്തോടെ തന്നെയാണ് ബാബയെ മക്കൾ വിളിക്കുന്നു. അതേ സ്നേഹത്തോടെ തന്നെയാണ് ബാബ എല്ലാവിധ പരീക്ഷണങ്ങളെയും മറികടത്തുന്നതും. तो ईश्वरीय जन्म का ब्राह्मण जन्म का फाउंडेशन है ही स्नेह. അതുകൊണ്ട് ഈശ്വരീയ ജന്മത്തിൻ്റെ ഈ ബ്രാഹ്മണ ജന്മത്തിൻ്റെ ഫൗണ്ടേഷൻ തന്നെയാണ് സ്നേഹം. स्नेह के फाउंडेशन वाले को कभी भी कोई मुश्किल बात नहीं लगेगी. സ്നേഹത്തിൻ്റെ ഫൗണ്ടേഷൻ ഉള്ള കുട്ടികൾക്ക് ഒരിക്കലും ഏതൊരു കാര്യം ഒരു പ്രയാസമായി തോന്നുകയില്ല. സ്നേഹ के कारण उमंग उत्साह रहेगा. സ്നേഹത്തിൻ്റെ കാരണം അവരിൽ എപ്പോഴും ഉണർവും ഉത്സാഹവും ഉണ്ടായിരിക്കും. जो भी श्रीमद् बाप की है हमें करना ही है. അവർക്ക് എന്ത് ശ്രീമതമാണോ ബാബയുടെ ലഭിക്കുന്നത് അതവർ ചെയ്യുക തന്നെ ചെയ്യും. देखेंगे करेंगे स्नेह के लक्षण नहीं. അഥവാ ഏതെങ്കിലും രീതിയിൽ ബാബയുടെ ആജ്ഞ അഥവാ ശ്രീമതം ലഭിച്ചാൽ അത് നോക്കാം ചെയ്യാം എന്ന് പറയുന്നത് സ്നേഹി മക്കളുടെ ലക്ഷണമല്ല. സദാ ബാപ്പ് ഓർ മൈ തീസ്ര നാ കോയി. സദാ അവർക്കുള്ളിൽ ബാബ പിന്നീട് ഞാൻ മൂന്നാമതായി ഒരാൾ ഇല്ല. ജൈസെ ബാബ ബഡേ തേ ബഡാ ഹെ സ്നേഹി ആത്മായി ബി സദാ ബഡി ദിൽവാലി ഹോത്തി. ഏതുപോലെ ബാബ വളരെ വിശാലമാണ്, ഏറ്റവും വലിയവനാണ്, അതുപോലെ തന്നെ സ്നേഹി ആത്മാക്കളും വലിയ മനസ്സുള്ളവരായിരിക്കും. ചോട്ടി ദിൽവാലെ തൊടി തൊടി ബാത്തോ മേ മൂഞ്ചേക. ഇടുങ്ങിയ മനോസ്ഥിതി ഉള്ളവരായിരിക്കില്ല. അത്തരത്തിലുള്ള കുട്ടികൾ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ തന്നെ അവർ സംശയിച്ചു പോകുന്നു. ചോട്ടി ബാത്ത് ബി ബഡി ഹോ ജായേഗി. നിസാര കാര്യങ്ങളെയും അവർ വലുതാക്കി ചിത്രീകരിക്കും. ബഡി ദിൽ വാലോं के लिए बड़ी बात छोटी हो जाएगी. എന്നാൽ വലിയ മനസ്ഥിതി ഉള്ളവർ, വിശാല മനോസ്ഥിതി ഉള്ള കുട്ടികൾ വലിയ കാര്യങ്ങൾ അവരുടെ മുമ്പിൽ വന്നാലും അത് ചെറിയതായി അവർ കണക്കാക്കും. ഡബിൾ വിദേശി സബ് ബഡി ദിൽ വാലെ ഹോന. ബാബ്ദാദ ചോദിക്കുകയാണ്, ഡബിൾ വിദേശി കുട്ടികൾ വലിയ മനസ്സുള്ളവരല്ലേ, വിശാല മനസ്സുള്ളവരല്ലേ? ബാബ്ദാദ സബി ഡബിൾ വിദേശി ബച്ചോं को देख खुश होते हैं. എല്ലാ ഡബിൾ വിദേശി മക്കളെയും കണ്ട് ബാബ്ദാദ സന്തുഷ്ടനാകുന്നു. कितना दूर दूर से परवाने समय के ऊपर फिदा होने पहुंच जाते हैं. എത്ര അകലെ നിന്നാണ് ഈ ശലഭങ്ങൾ അതോ മഴപ്പാറ്റകൾ വിളക്കായിരിക്കുന്ന ഭാവിയിൽ അർപ്പിക്കപ്പെടുന്നതിനായി വന്നിരിക്കുന്നത്. പക്കേ ഫർവാനെ. ബാബ്ദാദ തന്നെ പറയുകയാണ്, വിദേശി മക്കൾ പക്കാ പർവാനകളാണ്, പക്കാ ശലഭങ്ങളാണ്, അതോ മഴപ്പാറ്റകളാണ്. അവർ ബാബയിൽ സമ്പൂർണ്ണ അർപ്പിക്കപ്പെടുന്നവരാണ്. അച്ഛ വരദാൻ നിശ്ചയിക്ക് അഖണ്ഡ് രേഖാദ്വാര. നിശ്ചയത്തിൻ്റെ അഖണ്ഡ രേഖയിലൂടെ നമ്പർ 1 ഭാഗ്യ ബനാനെ വാലെ വിജയ്ക്ക് തിലക്ദാരി ഭവ. നമ്പർ 1 ഭാഗ്യമുണ്ടാക്കുന്ന വിജയത്തിൻ്റെ തിലകധാരിയായി ഭവിക്കൂ. വിശദീകരണം, जो निश्चय बुद्धि बच्चे हैं वो कभी कैसे व ऐसे के विस्तार में नहीं जाते. ആരാണോ നിശ്ചയ ബുദ്ധിയുള്ള കുട്ടികൾ
അവർ എന്ത്, എന്തുകൊണ്ട്, എങ്ങനെ എന്നുള്ളതിൻ്റെ വിസ്താരത്തിൽ പോവുകയില്ല. उनके निश्चय की अटूट रेखा अन्य आत्माओं को भी स्पष्ट दिखाई देती है. അവരിലുള്ള നിശ്ചയത്തിൻ്റെ അഖണ്ഡമായിരിക്കുന്ന രേഖ മറ്റുള്ളവർക്കും വളരെ വ്യക്തമായി കാണപ്പെടുന്നു. उनके निश्चय के रेखा की लाइन बीच बीच में खंडित नहीं होती. അവരുടെ നിശ്ചയ രേഖ ഇടയ്ക്കിടെ ഖണ്ഡിക്കപ്പെടുന്നതായിരിക്കില്ല. ऐसे रेखा वाले के मस्तक में अर्थात स्मृति में सदा विजय का तिलक नजर आएगा. ആ വിധത്തിൽ രേഖയുള്ള കുട്ടികളുടെ മസ്തകത്തിൽ അഥവാ സ്മൃതിയിൽ സദാ വിജയത്തിൻ്റെ തിലകം കാണപ്പെടും. वे जन्मते ही सेवा की जिम्मेवारी के ताजदारी होंगे. അവർ ബ്രാഹ്മണ ജന്മം എടുക്കുമ്പോൾ തന്നെ ഉത്തരവാദിത്വത്തിൻ്റെ കിരീടധാരികളാകും. സദാ ജ്ഞാൻ രത്നോ സെ കേൽനെ വാലെ ഹോങ്കെ. സദാ ജ്ഞാനരത്നങ്ങൾ കൊണ്ട് കളിക്കുന്നവരായിരിക്കും. സദാ യാദോ झूले के खुशी में झूलते हुए जीवन बिताने वाले होंगे. സദാ ഓർമ്മയുടെയും സന്തോഷത്തിൻ്റെയും ഊഞ്ഞാലിൽ ആടിക്കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരായിരിക്കും. യഹി ഹെ നമ്പർ 1 ഭാഗ്യ കി രേഖ. ഇത് തന്നെയാണ് നമ്പർ 1 ഭാഗ്യത്തിൻ്റെ രേഖ. സ്ലോഗൻ बुद्धि रूपी कंप्यूटर में फुल स्टॉप की मात्रा आना माना प्रसन्न चित्त रहना. ബുദ്ധിരൂപി കമ്പ്യൂട്ടറിൽ ഫുൾ സ്റ്റോപ്പിൻ്റെ ചിഹ്നം കാണുക എന്നത് പ്രസന്ന ചിത്തതയുടെ ലക്ഷണമാണ്. अच्छा मीठे मीठे सिखिलदे बच्चों प्रति माता पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. हम रूहानी बच्चों की रूहानी बाप को याद प्यार गुड मॉर्निंग. नमस्ते नमस्ते नमस्ते. ओम शांति.